Now let us do a program. Write a program to count the number of occurrences of each vowel in a given sentence. Write a program to count the number of occurrences of each vowel in a given sentence. ഒരു സെന്റൻസിൽ ഓരോ വവൽസും എത്ര തവണ വരുമെന്ന് കൗണ്ട് ചെയ്യാനാണ് പ്രോഗ്രാം. നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യം ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യാം. സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം? #include string.h ഇൻക്ലൂഡ് ചെയ്തിട്ട് ഗെറ്റ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഒരു സെന്റൻസ് ഇൻപുട്ട് ചെയ്യാം. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോ ക്യാരക്ടർ ആയിട്ട് ആ സ്ട്രിങ്ങിലെ ഓരോ ക്യാരക്ടർ ആയിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ വവലുമായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വവലിനുള്ള കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യാം. സാധാരണ നമ്മൾ കൗണ്ടർ ഉപയോഗിക്കുമ്പോൾ ഓരോന്നിനും ഓരോ വേരിയബിള് കൗണ്ടർ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ഇപ്പൊ 5 വവൽസ് ഉണ്ടെങ്കിൽ 5 കൗണ്ടർ വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരം 5 എലമെന്റ്സ് ഉള്ള ഒരു കൗണ്ടർ അറേ ഉപയോഗിച്ച് ചെയ്യാം. അതായത് 5 എലമെന്റ്സ് വരുന്ന ഒരു ഇന്റിജർ അറേ, അതിനെ നമുക്ക് കൗണ്ടർ അറേ ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. അതായത് വാട്ട് ആർ ദ വവൽസ് എ ഇ ഐ ഒ യു. അപ്പൊ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എയുടെ കൗണ്ടർ, സെക്കൻഡ് എന്ന് പറയുന്നത് ഇയുടെ കൗണ്ടർ, തേർഡ് എന്ന് പറയുന്നത് ഐയുടെ കൗണ്ടർ, പിന്നെ ഓയുടെ കൗണ്ടർ, ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് യുവിന്റെ കൗണ്ടർ. അങ്ങനെ ഉപയോഗിച്ച് ചെയ്യാം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വവൽസ് എന്ന് പറയുന്നത് 5 വവൽസേ ഉള്ളൂ, എ ഇ ഐ ഒ ആൻഡ് യു. പക്ഷേ വവൽസ് അപ്പർ കേസോ ലോവർ കേസോ ആകാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ അപ്പറും ലോവറും ഒന്നിച്ച് ചെക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലെറ്ററിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അപ്പറോ അല്ലെങ്കിൽ ലോവറോ ആക്കി മാറ്റിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് വവലിന് മാത്രം, ഒരു കേസിലുള്ള വവൽസിന് മാത്രം ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം സിമ്പിൾ ആണ്. #include iostream.h #include conayo.h #include string.h. void main char നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പോകുന്ന സെന്റൻസ് എന്ന് പറയുന്ന സെന്റൻസ് സെൻഡ് എന്നുള്ള ആണ് നമ്മുടെ സ്ട്രിങ്. ഇനി കൗണ്ടർ നമുക്ക് കൗണ്ടർ അറേ ആയിട്ട് യൂസ് ചെയ്യാം. ഇന്റ് വവൽ ഓഫ് 5, then I end equal to 0. ഈ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് തീർന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേരിയബിൾ ആണ് എൻഡ്. അതായത് ലാസ്റ്റ് നൾ ക്യാരക്ടർ വരുവാണെങ്കിൽ നമുക്ക് ഇനി ഇല്ല, അപ്പൊ നമ്മൾ എൻഡിനെ പിടിച്ച് 1 ആക്കും. സോ എൻഡ് എന്നുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. Now let us input the string. Get line scene, send. Now നമുക്ക് കൗണ്ടർ വേരിയബിളിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. for I is equal to 0, I less than or equal to 4, I plus plus. എന്തുകൊണ്ടാണ് I less than or equal to 4 വന്നത്? ഈ കൗണ്ടർ അറേ എന്ന് പറയുന്നത് 5 എലമെന്റ്സേ ഉള്ളൂ. അതായത്
അഞ്ച് വവൽസ് ഉള്ളതുകൊണ്ട് ഈ 5 വവൽസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ട് ആണ് നമ്മൾ വവൽ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ there are only 5 elements. 5 elements എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് from 0 to 4 ആയിരിക്കും. Then we are going to initialize each counter as 0. അപ്പോൾ vowel of I equal to 0. നമ്മൾ കൗണ്ടർ C is equal to 0 എന്നാണ് ഇനീഷ്യലൈസ് ചെയ്യുന്ന പോലെ ഇവിടെ കൗണ്ടർ നമ്മൾ അറേ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഓരോ എലമെന്റിനെയും 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്തുകൊണ്ട് സ്ട്രിംഗിന്റെ ലെങ്ത് എടുക്കാം. ഈ സ്ട്രിംഗിന്റെ മാനിപ്പുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഇന്റ് L is equal to strlen of send. അപ്പം L എന്നുള്ള വേരിയബിളിൽ ഈ സെൻഡ് എന്നുള്ള സ്ട്രിംഗിന്റെ ലെങ്ത് വരും എക്സ്ക്ലൂഡിങ് നൾ വേരിയബിൾ, നൾ ക്യാരക്ടർ. അപ്പൊ നമ്മൾ സ്ട്രിംഗിനകത്ത് ചെയ്യുമ്പോൾ ഇനി സ്ട്രിംഗിനെ നമ്മളിപ്പം ഈ സ്ട്രിംഗിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, ഓരോ ക്യാരക്ടറായിട്ട് സ്ട്രിംഗിന്റെ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് അതിനെ നമ്മൾ വവ്വലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യും. സോ നമ്മൾ എങ്ങനെയാണ്, അപ്പൊ അത് നമ്മൾ ഓരോ ക്യാരക്ടറായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒരു അറേ എടുത്ത് ചെയ്യുന്ന പോലെ വേണം ഇവിടെയും ചെയ്യാൻ. സോ ആ അറേയുടെ എലമെന്റ്സ്, അറേ എന്ന് പറയുന്നത് എത്ര എലമെന്റ്സ് ഉള്ള അറേ ആയിരിക്കും, ഫ്രം 0 to L-1 where L is the length. നമുക്ക് ലൂപ്പ് എഴുതാം. For I equal to 0, I less than L, I plus plus. ഇനി സ്വിച്ച്, നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ ഓരോ അറേ എലമെന്റ്, അതായത് ഓരോ ക്യാരക്ടറും എടുത്തിട്ട് വവൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇഫ് വേണ്ട, സ്വിച്ചിന്റെ ആവശ്യമേ ഉള്ളൂ. strLWR, അതായത് str ലോവർ, സ്വിച്ച് strLWR of send of I. നമ്മൾ ഓരോ ക്യാരക്ടർ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് അതിനെ ലോവർ കേസിലോട്ട് ആക്കിയിട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു സെറ്റ് ഓഫ് വവൽസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടെ strLWR ആണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, സ്മോൾ ലെറ്റേഴ്സിൽ ചെക്ക് ചെയ്യണം. strUPR ആണ് കൊടുക്കുന്നെങ്കിൽ കേസിന്റെ അവിടെ അപ്പർ കേസ് കൊടുത്ത് ചെയ്യണം. നോ കേസ് എ, അതായത് എടുത്ത ക്യാരക്ടർ എ ആണെങ്കിൽ എന്ത് ചെയ്യും, vowel of 0 plus plus break. നമുക്കറിയാം ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് എയുടെ കൗണ്ടർ ആണ്, അത് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യും. നോ കേസ് ഇ ആണെങ്കിൽ vowel of 1 plus plus break. ഈ കേസ് ഐ ആണെങ്കിൽ vowel of 2 plus plus break. അതുപോലെ കേസ് ഓ ആണെങ്കിൽ vowel of 3 plus plus break. കേസ് യു ആണെങ്കിൽ vowel of 4 plus plus break. then null character വരുവാണെങ്കിൽ end equal to 1 break. ഡിഫോൾട്ട് എന്നുള്ളത് എന്താ പറയാ, നെസസറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല. അതുകൊണ്ട് നമ്മൾ ഡിഫോൾട്ട് ഈ സ്വിച്ചിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്താൽ മതി, ഓരോ കൗണ്ടും പ്രിന്റ് ചെയ്യാം. cout
നമ്മൾ ഓരോന്നിനെയും കൗണ്ട് പ്രിന്റ് ചെയ്യുന്നു. ലൂപ്പിലിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ പ്രിന്റ് ചെയ്യണം. നിങ്ങൾ അറേ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഓരോന്നിനും കറസ്പോണ്ടിങ് കൗണ്ടർ വേരിയബിൾ ഉപയോഗിച്ച് ചെയ്താലും മതി. vowel of 4/n. ഇനി മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നു അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് ചെയ്യണം. എക്സാമിന് പ്രോഗ്രാം തരുമ്പോൾ പ്രോഗ്രാം എന്ത് കണ്ടുപിടിക്കാനാണോ അത് നിങ്ങൾ പ്രിന്റ് ചെയ്തിരിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. ഇവിടെ നമ്മൾ STR/LWR ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതായത് ക്യാപിറ്റൽ എയും സ്മോൾ എയും, ക്യാപിറ്റൽ അപ്പർ കേസ് വവൽസും ലോവർ കേസ് വവൽസിനും ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു കേസിലുള്ള വവൽസിന് മാത്രം ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ STR/LWR എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തത്. either you can use STR/LWR or STR/UPR. ഞാൻ ഇവിടെ STR/LWR അതായത് ലോവർ കേസിലോട്ട് മാറ്റി ചെയ്തുകൊണ്ട് ലോവർ കേസ് വവൽസിന് മാത്രം ചെക്ക് ചെയ്തു. അപ്പർ കേസിന് മാറ്റുവാണെങ്കിൽ അപ്പർ കേസ് വവൽസിന് ചെക്ക് ചെയ്തുകൊണ്ട് വേണം പ്രോഗ്രാം ചെയ്യാൻ. Array of strings. ഇത്ര നേരം നമ്മൾ കണ്ടത് സിംഗിൾ സ്ട്രിംഗ് ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് array of string. If suppose you have a list of names, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും പേരിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് array of strings എന്ന് വിളിക്കാം. array of strings എന്ന് പറഞ്ഞാൽ it is equivalent to 2-dimensional array of characters. ഈ array of strings എന്ന് പറഞ്ഞാൽ table of strings and a 2-dimensional array of characters can be used to store the entire list. അപ്പോൾ array of strings എന്ന് പറയുന്നത് 2-dimensional array of characters. array of strings എന്ന് പറഞ്ഞാൽ 2-dimensional array of characters. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? char name of 2025 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ 20 names, നെയിം എന്ന് പറയുന്ന ഒരു array of ഇത് char name of 2025. it is a 2-dimensional character array. ഇത് 2-dimensional character array ആണ്. ഈ array കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയിംസ് സ്റ്റോർ ചെയ്യുന്ന array ആണെങ്കിൽ 20 names ഉണ്ട് ഇവിടെ and each name will have a maximum of 25 characters. So ഇവിടെ നമുക്ക് 20 names സ്റ്റോർ ചെയ്യാം. So this array can store 20 strings, can store a list of 20 strings each having a length up to 25 characters. ഇവിടെ നമ്മൾ ഈ ഇങ്ങനെ ഒരു array ഡിക്ലെയർ ചെയ്താൽ ഈ arrayയിൽ 20 strings, 20 strings നമുക്ക് സ്റ്റോർ ചെയ്യാം and each string will have a maximum length, it will have a length up to 25. ഓരോ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 25, അതായത് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് മാക്സിമം 25, നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 20. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ഓഫ് 20 സ്ട്രിങ്സ് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാം. ഓരോ സ്ട്രിങ്ങിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം 25 വരെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വേറൊരു മെത്തേഡ് ഓഫ് ഡിക്ലറേഷൻ, char place equal to, ഇവിടെ നമ്മൾ സൈസ് മെൻഷൻ ചെയ്യണമെന്നില്ല, അല്ലാതെ കൊച്ചി, പൂനെ,
ഡൽഹി, ആഗ്ര. ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സൈസ് മെൻഷൻ ചെയ്തില്ലേലും പ്രശ്നമില്ല. ദിസ് ഈസ് ഓൾസോ അനദർ. അറേ ഓഫ് സ്ട്രിങ്സിന് വേറൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ ഡയമെൻഷണൽ അറേ. നമ്മൾ അറേ ഓഫ് സ്ട്രിങ്സിനെ 2 ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അറേ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് 1 ഡയമെൻഷണൽ അറേ ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ 1 dimensional array. ഇതിനെ നമുക്ക് 1 dimensional array എന്ന് പറയാൻ കാര്യം it can be treated as a column of strings. അതായത് 1 dimensional array എന്ന് പറഞ്ഞാൽ column of strings അങ്ങനെ എടുത്ത് നമുക്ക് 1 dimensional array ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് നമ്മൾ 1 dimensional array എന്ന് പറയുമ്പോൾ കോളം ഓഫ് 1 dimensional integer array എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോളം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് പോലെ array of stringsനെ നമുക്ക് കോളം ഓഫ് സ്ട്രിങ്സ് എന്ന് കരുതുവാണെങ്കിൽ അതിനെ 1 dimensional array ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ 1 dimensional array ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? place of 0 equal place of 0 ല് കൊച്ചി വരും. place of 1 ല് പൂനെ വരും. place 2 ല് ഡൽഹി വരും. ആൻഡ് place 3 ല് ആഗ്ര വരും. ഇങ്ങനെ നമുക്ക് 1 dimensional array ആയിട്ട് array of stringsനെ ട്രീറ്റ് ചെയ്യാം. അതായത് column of strings എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ 1 dimensional array ആയിട്ട് ട്രീറ്റ് ചെയ്യാം. As in 2 dimensional numerical arrays, first index refers to row number and second refers to column number. ഇനി index referring to column number is omitted in the case of array of strings. നമ്മൾ array of stringsനകത്ത് column number ആ column numberനെ represent ചെയ്യുന്ന indexനെ നമ്മൾ omit ചെയ്യും. index representing column number is omitted. array of strings ൽ നമ്മൾ ആ column number represent ചെയ്യുന്ന index omit ചെയ്തിട്ടാണ് സാധാരണ എഴുതാറ്. So now let us do a program. Write a program to sort a list of names in alphabetic order using bubble sort. Write a program to sort a list of names in alphabetic order using bubble sort. Bubble sort ഉപയോഗിച്ച് ഒരു ലിസ്റ്റ് ഓഫ് നെയിംസിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യാനാണ് പ്രോഗ്രാം. സോ ഹാഷ് ഇൻക്ലൂഡ് iostream dot h hash include conio dot h hash include string dot h. Now main function start here. Void main string name of 15. അതായത് നമുക്ക് 15 names സ്റ്റോർ ചെയ്യാമെന്നാണ് പറയുന്നത്. Then temporary variable temp int I j n c in n
ഇനി നമുക്ക് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാം. For I equal to 0, I less than n, I plus plus, get line Cin, name. ഇങ്ങനെയാണ് നമ്മൾ ആ നെയിംസ് ഇൻപുട്ട് ചെയ്യുന്നത്. അറേ ഓഫ് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇഫ് യു ഹാവ് n നമ്പർ ഓഫ് നെയിംസ്, നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഫോർ I equal to 0, I less than n, I plus plus, get line Cin, name. ഇനി നമുക്ക് സോർട്ട് ചെയ്യാം. For I equal to 0, I less than n, I plus plus. I less than n അല്ല, ബബിൾ സോർട്ട് ആകുമ്പോൾ I less than n minus 1, I plus plus. ഇനി j ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. For j equal to 0, j less than n minus I minus 1, j plus plus. നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. If strcmp of name of j, name of j plus 1 greater than 0. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിപ്പോ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്ന പോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യണം. സോ അഡ്ജസന്റ് അറേ എലമെന്റ്സിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ പ്രസന്റ് എലമെന്റ് നെക്സ്റ്റ് എലമെന്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യണം. isn't it? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ സ്വാപ്പ് ചെയ്യും? ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യും. temp is equal to name of j, name of j is equal to name of j plus 1 and name of j plus 1 is equal to temp. ഈ സ്ട്രിങ്ങിനകത്ത് നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ സാധാരണ നമ്പറിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. temp is equal to name of j, name of j is equal to name of j plus 1 and name of j plus 1 is equal to temp. If now close the if close ചെയ്യുന്നു, j loop close ചെയ്യുന്നു, I loop close ചെയ്യുന്നു. Now print. For I equal to 0, I less than n, I plus plus, cout name of I slash n. ഈ നെയിം എന്ന് പറയുന്നത് സ്പേസ് ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പുട്സ് ഓഫ് നെയിം ഓഫ് ഐ എന്ന് കൊടുത്താലും മതി. നമ്മൾ സ്പേസ് ഇല്ല എന്നുള്ള അസംഷനിലാണ് സി ഔട്ട് നെയിം ഓഫ് ഐ എന്ന് പറഞ്ഞു കൊടുത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ പുട്സ് ഓഫ് നെയിം, പുട്സ് എന്നിട്ട് ബ്രാക്കറ്റിൽ നെയിം ഓഫ് ഐ കൊടുത്ത് പ്രിന്റ് ചെയ്താലും മതി. സോ ഇവിടെ നമ്മൾ സാധാരണ ബബിൾ സോർട്ട് ചെയ്യുന്ന പോലെ ഇഫ് a of j greater than a of j plus 1 എന്ന് ചെയ്യുന്നതിന് പകരമാണ് name of j, name of j plus 1 greater than 0. strcmp of name of j, name of j plus 1 greater than 0 എന്ന് ചെയ്യുന്നത്. അപ്പോൾ jth സ്ട്രിങ്ങിന്റെയും j plus 1th സ്ട്രിങ്ങിന്റെയും ASCII വാല്യൂസ് തമ്മിൽ കമ്പയർ ASCII വാല്യൂ വെച്ചിട്ട് പോസിറ്റീവ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ താഴോട്ട് ഇറക്കണം. എന്താണ് പറയുന്നത്? രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് നോൺ മാച്ചിങ് എലമെന്റ് ഏതാണ് ആദ്യത്തെ നോൺ മാച്ചിങ് എലമെന്റ്, ആ എലമെന്റ്സിന്റെ നോൺ മാച്ചിങ് എലമെന്റിന്റെ ASCII വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ നോൺ മാച്ചിങ് എലമെന്റിന്റെ ASCII വാല്യൂ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് സ്ട്രിങ്ങിന്റെ കറസ്പോണ്ടിങ് എലമെന്റിന്റെ ASCII വാല്യൂ ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്തത്. ദെൻ നമ്മൾ സാധാ ബബിൾ സോർട്ടിന്റെ അതേ പ്രൊസീജിയർ സ്ട്രിങ് ആകുമ്പോൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ഹൗ യു സോർട്ട് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ യൂസിങ് ബബിൾ സോർട്ട്. താഴെ പ്രിന്റ് ചെയ്യുമ്പം നമ്മൾ നെയിമിനെ, അതായത് നെയിമിനകത്ത് ബ്ലാങ്ക് സ്പേസ് എൻ്റർ ഒന്നും ഇല്ല, നെയിം
നമ്മൾ സ്പേസ് ഇല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് സി ഔട്ട് കൊടുത്ത് പ്രിന്റ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ സ്പേസ് ഉള്ള നെയിം ആണെന്നുണ്ടെങ്കിൽ ഫോർ സേഫ്റ്റി നിങ്ങൾ പുട്സ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്താൽ മതി. പുട്സ് ഓഫ് നെയിം ഓഫ് പുട്സ് എന്നിട്ട് ബ്രാക്കറ്റിൽ നെയിം ഓഫ് ഫയൽ കൊടുത്താൽ മതി. പുട്സ് ആണെങ്കിലും സ്ട്രിംഗ് ഡോട്ട് എച്ച് ആണ് ഹെഡർ ഫയൽ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എവിടെയെങ്കിലും സ്ട്രിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്നുള്ള ഹെഡർ ഫയൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം.